ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ വോട്ടുകൊള്ള നടന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. 25 ലക്ഷം കള്ളവോട്ടുകളിലൂടെ ഒരു സംസ്ഥാന സർക്കാരിനെ തന്നെയാണ് തട്ടിയെടുത്തത്. അഭിപ്രായ സർവേകളെല്ലാം കോൺഗ്രസ് ജയിക്കുമെന്ന് പ്രവചിച്ച സമയത്താണ് ഓപ്പറേഷൻ സർക്കാർ ചോരിയിലൂടെ ഭരണം BJP തട്ടിയെടുത്തത്. ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം വാർത്താ സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ച രാഹുൽ ഗാന്ധി ഇവരുടെ ഫോട്ടോ ഉപയോഗിച്ച് 10 ബൂത്തുകളിലായി 22 തവണ വോട്ട് ചെയ്തു എന്ന് വ്യക്തമാക്കി. യുവതിയുടെ ഫേസ്ബുക്ക് പേജും രാഹുൽ തെളിവായി ഹാജരാക്കി. 25 lakh, we have crystal clear proof that they're fake. That they either don't exist, or they're duplicate, or they're designed in a way for anybody to vote. Big picture is 2 crore total voters, vote chori of 25 lakhs, possibly more, but confirmed bias of 25 lakhs. That means 1 in 8 voters in Haryana are fake. That's 12.5%. And despite all this, the Congress party loses by 22,000 votes. പി ബസന്ത് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. ബസന്ത്, വോട്ട് ചോരിയിലാണ് തുടങ്ങിയെങ്കിൽ സർക്കാർ തന്നെയാണ് തട്ടിയെടുത്തത് എന്ന് ആരോപിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ. തെളിവുകളടക്കം പുറത്തു പറഞ്ഞുകൊണ്ടാണ് 8-1 വ്യാജ വോട്ട് എന്ന ആരോപണമാണ് ഇന്ത്യൻ ജനാധിപത്യം പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ വ്യക്തമാക്കുന്നത്. മാധു, ഈ ഹരിയാനയിലെ ഈ വോട്ട് ചോരിയെക്കുറിച്ച് അല്ലെങ്കിൽ കള്ളവോട്ടുകളെക്കുറിച്ചുള്ള വാർത്താ സമ്മേളനത്തിനൊടുവിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ ആ ഒരു സന്ദേശമാണ് ഇതിലെ രാഷ്ട്രീയമായി ഏറ്റവും പ്രസക്തിയായിട്ടുള്ളത്. അതായത് ഇത് സംസ്ഥാനത്ത് മാത്രമല്ല രാജ്യവ്യാപകമായി തന്നെ BJP നടപ്പാക്കിയതാണ് ഈ പദ്ധതി. മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലിരിക്കുന്നത് നിയമപരമായി തിരഞ്ഞെടുക്കപ്പെട്ട രീതിയിലല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജൻ സിക്കുള്ള ആഹ്വാനമാണ് രാഹുൽ ഗാന്ധി നൽകിയത്. ഇതിനെതിരെ ജനാധിപത്യപരമായി പ്രതികരിക്കണം എന്നുള്ള വലിയൊരു ആഹ്വാനം കൂടി നൽകിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഇന്ന് അധികാരത്തിലിരിക്കുന്ന സർക്കാർ നിയമപരമായിട്ടുള്ളതല്ല എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം. കഴിഞ്ഞ ദിവസം മഹാദേവപുരയും അതുപോലെ തന്നെ അലന്ദിലെയും 2 മണ്ഡലങ്ങളിലെ വോട്ടുകളെക്കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ ഇന്ന് ഒരു സംസ്ഥാനത്തെ, അതായത് ഹരിയാനയിലെ വോട്ട് കള്ളത്തരത്തെക്കുറിച്ചുള്ള ഒരു പരാതിയാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത്. പ്രധാനമായും രാഹുൽ ഗാന്ധി പറയുന്നത് എല്ലാ തെരഞ്ഞെടുപ്പ് അഭിപ്രായ സർവേകളും ഒക്കെ തന്നെ കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തിൽ ഹരിയാന ജയിക്കുന്നു എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ നിന്നും വലിയൊരു പരാജയത്തിലേക്ക് എങ്ങനെയാണ് കോൺഗ്രസ് വീണത് എന്നുള്ളതാണ് ഈ അന്വേഷണത്തിന് വഴിവെച്ചത് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അതായത് തപാൽ വോട്ടുകളിൽ പോലും ഞങ്ങൾ മുന്നിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും പെട്ടെന്ന് വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോൾ പരാജയത്തിലേക്ക് കൂപ്പുകുത്തിയതിന് കാരണം ഇത്തരത്തിലുള്ള വ്യാജ വോട്ടുകളാണ്. അതായത് ഇരട്ട വോട്ടുകൾ ഇല്ലെങ്കിൽ ഒരു വോട്ടുകൾ തന്നെ പല ബൂത്തുകളിലായി നിരവധി തവണ കാണുന്നത്, പല രീതിയിലുള്ള അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വോട്ടർമാരെ കൊണ്ടുവന്ന ഹരിയാനയിൽ വോട്ട് ചേർക്കുക തുടങ്ങിയുള്ള BJP നടപ്പാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കേന്ദ്രീകൃത സംവിധാനത്തിൽ നിന്നും നടപ്പാക്കാൻ മാത്രം കഴിയുന്ന തരത്തിലുള്ള വലിയ കൃത്രിമവും അട്ടിമറിയുമാണ് നടന്നത് എന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത്. അതിന് ഏറ്റവും സുപ്രധാനമായി അദ്ദേഹം എടുത്തു കാട്ടിയത് ഒരു ബ്രസീലിയൻ മോഡലിൻ്റെ ചിത്രം തന്നെ അത് നിരവധി ബൂത്തുകളിൽ നിരവധി മണ്ഡലങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ആരാണ് ഇവർ എന്നുള്ള അന്വേഷണമാണ് ഇതൊരു ബ്രസീലിയൻ മോഡലാണ് എന്നുള്ളത് കണ്ടെത്തലിലേക്ക് എത്തിയത്. അപ്പോൾ ഈ സംവിധാനം, അതായത് ഈ തരത്തിൽ ഒരു വോട്ട് ചേർക്കൽ നടക്കണമെങ്കിൽ അതൊരു കേന്ദ്രീകൃത സംവിധാനത്തിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഒരു സ്ത്രീയുടെ ചിത്രം 223 ബൂത്തുകളിൽ ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളത്, ഉത്തർപ്രദേശിലെ ഒരു മന്ത്രിയുടെ ബന്ധുവിൻ്റെ വോട്ട് ഹരിയാനയിലെ വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കുന്നു, അദ്ദേഹത്തിൻ്റെ മകൻ്റെ വോട്ട് ഇടം പിടിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ വ്യാപകമായ തരത്തിലുള്ള കള്ള വോട്ടുകൾ ചേർക്കൽ BJP സംഘടിതമായി നടത്തിയിട്ടുണ്ട്. ഇതിന് തെളിവായി അദ്ദേഹം 2 കാര്യങ്ങൾ എടുത്തു കാണിക്കുന്നു. 2 വീഡിയോ ദൃശ്യങ്ങളാണ്, അല്ലെങ്കിൽ വീഡിയോയിലൂടെയുള്ള അല്ലെങ്കിൽ ഒരു വാർത്താ സമ്മേളനമാണ് കാണിച്ചത്. ഒന്ന് ഹരിയാന മുഖ്യമന്ത്രി നൈബ് സിംഗ് സൈനിയുടെ തന്നെയാണ്. അദ്ദേഹം പറയുന്നു ഞങ്ങൾക്ക് ഇതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് എന്ന് നൈബ് സിംഗ് സൈനി പറഞ്ഞ ആ ഒരു വാർത്താ സമ്മേളനത്തിൻ്റെ ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ കേരളത്തിലെ BJP നേതാവ് B ഗോപാലകൃഷ്ണന്റെ വാക്കുകളുമാണ് രാഹുൽ ഗാന്ധി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ചത്.